ചങ്ങായിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിന്റെ കോടതിയും ജഡ്ജിയും ഒക്കെ ഞാനാണെന്ന് സ്വയം വിചാരിക്കുന്ന നമ്മളെ സീക്രട്ട് ഏജന്റ് എന്ന ഹരിയാണനെ കുറിച്ചാണ്. ഈ ഹരിയാണന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും ഉറ്റ സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടല്ല ഇന്നലെ ഒളിച്ചോടി. അത് കേട്ട ഹരിയാണൻ, സങ്കടപ്പെട്ട ഹരിയാണനല്ല ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പരമാവധി സമാധാനപ്പെടുത്തി. എങ്ങനെയാ സമാധാനപ്പെടുത്തിയെന്നറിയാം? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ ഉണ്ടല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നിന്നെ വെച്ചിട്ടുണ്ടല്ല ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോയും നിന്നീടലും പിച്ച് ചീന്തും. അത് കണ്ടാലൊന്നും നീ ഒരിക്കലും തളരാൻ പാടില്ല, നീ ഉണ്ടല്ല സ്ട്രോങ് ആയി നിൽക്കണം എന്നൊക്കെ നമ്മൾ ഹരിയാണൻ വെച്ചങ്ങ് താങ്ങി. അങ്ങനെ സങ്കടപ്പെടുന്ന സ്വന്തം സുഹൃത്തിനെ സമാധാനിപ്പിച്ച നമ്മൾ ഹരിയാണനല്ല ആ ഫോൺ അവിടെ വെച്ചപാട് എന്താ ചെയ്യുന്നറിയാം? അത് ആ സുഹൃത്തിന്റെ ഭാര്യന്റെ ഒളിച്ചോടുണ്ടല്ല അത് കണ്ടന്റ് ആക്കിയിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്ത്. ഇതുപോലൊരു മലവാണൻ, ഇതുപോലൊരു വൃത്തികെട്ട സുഹൃത്ത് ലോകത്താർക്കെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലത്തെ ഒരു മലവാണ സുഹൃത്തുണ്ടെങ്കിലല്ല ഇന്ന് തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ല നിങ്ങൾ കട്ട് ചെയ്യണം കേട്ടാ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറട്ടെ, ഭാര്യ ഒളിച്ചോടി പോയ ആ പാവൻ ചങ്ങയില്ലേ, ആ പാവൻ ചങ്ങയുടെ കഥയുണ്ടല്ല ഞാൻ ഇവിടെ കണ്ടന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. കാരണം അയാൾക്ക് എത്രമാത്രം വേദന ഉണ്ടാകുന്നു മനുഷ്യത്തുള്ള ഒരാൾക്കുണ്ടല്ല ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ അത്തരം വീഡിയോകൾ ഇതുവരെ കണ്ടന്റ് ആക്കിയിട്ടില്ല. എന്റെ വീഡിയോയിൽ 99% രാഷ്ട്രീയപരമായ വീഡിയോ ആയിരിക്കും. എപ്പോഴെങ്കിലും വല്ലപ്പോഴും മാത്രമേ ഞാൻ രാഷ്ട്രീയമല്ലാത്ത ഏതെങ്കിലും വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഒരാളുടെ ലൈഫോ ആ ലൈഫിലുണ്ടാകുന്ന ദുരന്തം ഉണ്ടല്ല അത് വെച്ചിട്ട് കിട്ടുന്ന ഒരു രൂപ ഉണ്ടല്ല ഒരു രൂപ പോലും എനിക്ക് വേണ്ട. കാരണം അങ്ങനെ കിട്ടുന്ന ഒരു രൂപക്ക് വാങ്ങുന്ന ഭക്ഷണം ഉണ്ടല്ല ആ ഭക്ഷണം എന്നെ തൊണ്ടക്കുന്നുണ്ടല്ല അങ്ങോട്ട് ഇറങ്ങൂല. ഇനി എന്താണെന്ന് നമുക്കില്ല കാര്യത്തിലേക്ക് കടക്കാം. സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിന്റെ ട്രാജഡിയില്ലേ, ആ ട്രാജഡി കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്താൽ നമ്മൾ ഹരിയാണനല്ല എന്നിട്ട് കുറ്റം പറഞ്ഞ ആരെ അറിയാം? ഇത് വെച്ച് വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവരെയും ആ വീഡിയോയിൽ കമന്റ് ഇടുന്ന ആൾക്കാരല്ലേ അവരൊക്കെയാണ് നമ്മൾ ഹരിയാണനല്ല കുറ്റം പറയുന്നത്. കമന്റ് ഇടുന്ന ആൾക്കാർക്കുണ്ടല്ല അവർക്കൊന്നും മനസാക്ഷിയില്ല. അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടല്ല ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ അവർക്ക് ഈ സംഭവം മനസ്സിലാവൂ, ഇതിന്റെ വേദന മനസ്സിലാവുന്നതാണ് ഈ മലവാണൻ, ഈ വൃത്തികെട്ടവരുണ്ടല്ല ഇവന്റെ വീഡിയോ പറയുന്നത്. സ്വന്തം സുഹൃത്തിന്റെ ലൈഫ് ഉണ്ടല്ല സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയിട്ടിട്ട് ആ സുഹൃത്തിനെ വലിച്ചു കയറാൻ അവസരം കൊടുത്ത ഇവനാണ്, ഈ വേട്ടാവളിയാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. എന്തായാലും ഈ വേട്ടാവളി സീക്രട്ട് ഏജന്റ് ഉണ്ടല്ല ഇവന്റെ വീഡിയോ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ഇവന് ബാക്കിയുള്ള മറുപടി കൊടുക്കാം. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടി പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്, ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ കല്യാണം ആയപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇവരാരും ഇപ്പോൾ അഖിൽ NRD എസ്പെഷ്യലി ബാക്കി കണ്ടന്റുകൾ ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച് വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ആൻഡ് അവരുടെ വീഡിയോസ് രണ്ടുപേരുടെയും കോംബോ വീഡിയോസ് ഒരുപാട്, അതായത് അഖിലിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വൈഫും കൂടി വന്നതിന് ശേഷം കുറച്ചധികം വീഡിയോസ് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. സോ സീംസ് ടു ബി എ വെരി പെർഫെക്റ്റ് കപ്പിൾ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. നീ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, കേരളത്തിൽ എന്ത് സംഭവിക്കണം എന്ന് പറയുന്നത് മലവാണ സീക്രട്ട് ഏജന്റ്. അതും അവൻ പറയുന്ന കേട്ടില്ലേ, അവന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് സമാധാനപ്പെടുത്തി കഴിഞ്ഞപാടാണ് ഇവനുണ്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ മലവാണ സീക്രട്ട് ഏജന്റ്, ആ പാവത്തിനുണ്ടല്ലോ, ആ പാവത്തിനറിയാം അവന്റെ ലൈഫ് ഉണ്ടല്ല പലരും കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നു. ആ പാവത്തിനറിയാം ആ വീഡിയോയിൽ അവനെ കീറി മുറിക്കുമെന്നും അതിൽ വരുന്ന കമന്റുകളുണ്ടല്ല അവൻ ഒരുപാട് വിഷമമുണ്ടാക്കുന്നും അവനറിയാം. പക്ഷെ അവനുണ്ടല്ല ഒരു വിശ്വാസം ഉണ്ടാവും, അവൻ വിശ്വസിക്കുന്ന അവനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടല്ല അവന്റെ സുഹൃത്തുക്കള് അവനെ കണ്ടന്റ് ആക്കൂലെന്ന് അവനൊരു ഉറപ്പുണ്ടായിരിക്കും. ആ ഉറപ്പിനുണ്ടല്ല ചിലപ്പോൾ നീ ഉണ്ടാവും സീക്രട്ട് ഏജന്റ്, നീ ഉണ്ടല്ല അവന്റെ ലൈഫ് വെച്ചിട്ട് വീഡിയോ ചെയ്യില്ലാന്ന് ഒരു ഉറപ്പുണ്ടല്ല ആ പാവത്തിനുണ്ടായിരിക്കും. പക്ഷെ നീ അവനെ സമാധാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വെച്ചതിന്റെ അടുത്ത നിമിഷത്തിൽ അവന്റെ വീഡിയോ അവന്റെ ലൈഫ് വെച്ചിട്ട് ഒരു കണ്ടന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് ആക്കിയത് അവൻ അറിയുമ്പം ആ പാവത്തിന് എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും. അവന്റെ ലൈഫിൽ ഇന്നലെ വേദന ഉണ്ടല്ല, ആ വേദനയുടെ മുകളിൽ വേറൊരു വേദനയല്ലേ നീ കൊടുത്തത് ഹരിയണ്ണ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊക്കെയുള്ള എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സുഹൃത്തിന്റെയോ എന്നെ സ്നേഹിക്കുന്നവരുടെ ലൈഫിലുണ്ടാകുന്ന ദുരന്തമുണ്ടല്ല അത് വെച്ചിട്ട് ഒരു വീഡിയോ ഒരു കണ്ടന്റ് ഉണ്ടാക്കൂല. അതിപ്പോ ആ വീഡിയോ ചെയ്തല് എത്ര കോടിക്കണക്കിന് രൂപ കിട്ടുന്നു പറഞ്ഞാലും അത് വെച്ച് കണ്ടിട്ടുണ്ടല്ല ഞാനൊന്നും ഉണ്ടാക്കൂല. പക്ഷെ നിന്നെപ്പോലത്തെ ഒരു പരനാർക്ക് എല്ലാടാ നിനക്കണ്ട ഓൾറെഡി എന്ത് വീഡിയോ ചെയ്താലും നല്ല റീച്ച് ഉണ്ട്, നീ ഉണ്ടല്ല നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള നീ ഉണ്ടല്ല സ്വന്തം സുഹൃത്തിന്റെ ദുരന്തമുണ്ടല്ല ഈ ദുരന്തം വെച്ചിട്ടുണ്ടല്ല ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ല ആരും ഒന്നും നിന്നോട് ചോദിക്കില്ല. അങ്ങനെ നീ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ സുഹൃത്തിന്റെ ദുരന്തം വെച്ചിട്ട് നീ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ടല്ല നിന്നോടുണ്ടല്ല കൂടുതൽ ഇഷ്ടമേ വരൂ. പക്ഷെ സ്വന്തം സുഹൃത്തിന്റെ ലൈഫ് പോലും കണ്ടന്റ് ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന നിന്നോട് ഇനി ആർക്കാണ് ഇഷ്ടം ഉണ്ടാവുക? നിന്നെ ഇഷ്ടപ്പെടും ആരാണെന്നറിയോ? നിന്നെ പോലുള്ള മനുഷ്യത്വം ഇല്ലാത്ത ടീംസ് ഇല്ലേ, ആ ടീംസിന് നിന്നെ ഇഷ്ടപ്പെടും. പക്ഷെ മനുഷ്യത്തുള്ള ഒരാൾക്ക് പോലുണ്ടല്ല നിന്നെയുണ്ടല്ല ഇനി ഇഷ്ടപ്പെടാൻ കഴിയില്ല. ഇനിയുണ്ടല്ല നമുക്ക് ഈ വേട്ടാവളി ഉണ്ടല്ല കുറച്ചുകൂടി വൃത്തികേട് പറയുന്നുണ്ട്, അതും കൂടി കേട്ടിട്ടില്ല, അതിനും കൂടി ഒന്ന് മറുപടി കൊടുക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അഖിലിൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യം കണ്ടത് ആരാ എന്താണെന്നൊന്നും പറയാതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു, അതിൽ ആരുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
അതായത് ഏറ്റവും വലിയ വഞ്ചനയാണ് അവിഹിതം എന്ന കഴപ്പ് പിടിച്ച പരിപാടി. വഞ്ചിക്കപ്പെട്ടവൾ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഒറ്റ നിമിഷം ചിന്തിച്ചു കാണും. എൻ്റെ കഴിവുകേട് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ, നാണക്കേട് വേറെ, ഹാർട്ട് ബ്രേക്ക് വേറെ. തൻ്റെ കൂടെ ലൈഫ് പങ്കിട്ട ആൾ മറ്റൊരാൾക്കൊപ്പം അതേസമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്ന മൈരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനമാണോ ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കണ്ടത്. കണ്ട സമയത്ത് എനിക്കിത് ആരെക്കുറിച്ചാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. ബട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഇന്ന വ്യക്തിയാണെന്നുള്ളത് പുറം ലോകത്തിന് അറിയിക്കാൻ വേണ്ടി തന്നെ ഇട്ട സാധനങ്ങളാണ് ആകുന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പോയപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് അഖിൽ NRD എന്ന് മനസ്സിലാവുന്നു ഇന്നലെ തന്നെ. പിന്നെ ലേറ്റർ ഒരു രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ലോഡ് വോയിസുകൾ, അത് ഈ അഖിൽ NRDൻ്റെ വീടിനടുത്തുനിന്നുള്ള പയ്യന്മാരാന്നൊക്കെ പറഞ്ഞ കുറേ വോയിസുകളാണ് എനിക്ക് കിട്ടിയത്. വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിനൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് ഒരാളുടെ ലൈഫിൽ തകർന്നു പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്. ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടിൽ ചിന്തിക്കുന്നില്ലേ, അവർക്കും നാളുകളിൽ ഇതേപോലെ ഇഷ്യൂ ലൈഫിൽ സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന്. ഇവരൊക്കെ പബ്ലിക്കിലുള്ള സെലിബ്രിറ്റി ഫേസുള്ള മുഖങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മുഖങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്ചുവറായിട്ട് ഈവൻ കമൻറ്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ള ഈ വിഷയം. എന്റെ അരിയണൻ എന്ന വൃത്തികെട്ട സീക്രട്ട് ഏജന്റ്, നീ ഉണ്ടല്ല നിന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ഉറ്റ സുഹൃത്തിനോട് കാണിച്ച ഈ ചട്ടത്തിലുണ്ടല്ല, ഈ ചട്ടത്തിലൊന്നും മറ്റു വീഡിയോ ചെയ്തവരോ മറ്റുള്ള വീഡിയോകളിൽ കമന്റ് ഇട്ടവരുണ്ടല്ല അവരോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിന്റെ ദുരന്തമുണ്ടല്ല അത് വിറ്റ് കാശാക്കുന്ന നീ ഉണ്ടല്ല മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല. നിനക്ക് ഒരവകാശവും ഇല്ല. നീ ഇപ്പൊ ചെയ്ത ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നീ ഒന്ന് പോയി നോക്കണം. നിന്റെ സുഹൃത്തിനുണ്ടല്ല എത്ര ആൾക്കാർ തെറി വിളിച്ചിട്ടുണ്ട്, അവന് കഴിവില്ലെന്ന് എത്ര ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് നീ ഒന്ന് നോക്ക്. നിന്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ല നിന്റെ വീഡിയോ എന്തായാലും കാണും. അതിന്റെ കമന്റ് ബോക്സ് ഉണ്ടല്ല, നിന്റെ ആ പാവ സുഹൃത്തുണ്ടല്ല എന്തായാലും നോക്കൂ. അപ്പൊ ആ കമന്റ് ബോക്സിൽ അവനെ തെറി വിളിക്കുന്ന, അവനെ കഴിവില്ലെന്ന് പറയുന്ന ആൾക്കാരുടെ കമന്റ് കാണുമ്പോൾ ആ പാവത്തിന് എത്രമാത്രം വേദന ഉണ്ടാവും. അതായത് നീ ഇപ്പൊ ചെയ്തത് നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനുണ്ടല്ല വീണ്ടും വേദന ഉണ്ടാക്കേണ്ട കാര്യമാണ് നീ ഉണ്ടല്ല ഈ വീഡിയോ ചെയ്തുകൊണ്ട് അവനോട് കാണിച്ചിട്ടുള്ളത്. പിന്നെ എനിക്കുണ്ടല്ലോ ഇവന്റെ കമന്റ് ബോക്സ് കണ്ടപ്പം വേറെ സന്തോഷം ഉണ്ടാട്ടാ. അതിൽ 90% കമന്റുണ്ടല്ല ഈ സീക്രട്ട് ഏജന്റ് ഉണ്ടല്ല ഇവനെ തെറി വിളിച്ചുകൊണ്ടുള്ളതാണ്. അതിലെ ആൾക്കാർ തെറി വിളിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്വന്തം സുഹൃത്തിന്റെ ലൈഫ് ഉണ്ടല്ല, ദുരന്തം ഉണ്ടല്ല, ഇങ്ങനെ വിറ്റ് കാശാക്കാൻ വേണ്ടി നാണവും മാനവും ഉളപ്പില്ലെന്നാണ് അതിലെ 90% കമന്റുകളിലും ഇവനോട് ചോദിക്കുന്നത്. പിന്നെ ഈ പരനാറി സീക്രട്ട് ഏജന്റിന്റെ വേറെ കഥ നിങ്ങൾക്കറിയാം. ഇവന്റെ സുഹൃത്തായ ഹെലനോസ് പാർട്ടി ഉണ്ടല്ല കള്ളു കുടിച്ച് വാരം മുടിച്ചിട്ട് പോലീസ് പിടിച്ചപ്പോഴല്ല ഇവനുണ്ടല്ല ആ വൃത്തികെട്ടവളുണ്ടല്ല ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തവരാണ്. അതായത് കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി കൊടുക്കുന്നത് ആദ്യത്തെ അനുഭവം ഒന്നല്ലോ, അതൊക്കെ ഒരുപാട് ആൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതത്ര വലിയ കുറ്റമല്ലെന്നാണ് ഈ പരനാറിട്ടില്ല അന്ന് വീഡിയോ പറഞ്ഞത്. അതായത് ഇവന്റെ സുഹൃത്തുക്കളിലെ വൃത്തികെട്ടവരുണ്ടല്ല ആ വൃത്തികെട്ടവരുണ്ടല്ല ഇവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യൂ. പക്ഷെ ഇതുപോലെ ഒരു ദുരന്തം അനുഭവിക്കുന്ന പാവത്തിനുണ്ടല്ല ആ പാവത്തിനെ വിട്ടിട്ട് ഈ പരനാറി കാശുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവനെ പോലെ ഈ സീക്രട്ട് ഏജന്റിനെ പോലെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ നിമിഷം ഉണ്ടല്ല ആ ഫ്രണ്ട്ഷിപ്പ്, ആ വൃത്തികെട്ട ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ല നിങ്ങൾ അവസാനിപ്പിക്കണം. പിന്നെ ദൈവത്തോടെ എനിക്ക് പറയാനുള്ളത്, ആർക്കും നമ്മുടെ ശത്രുവിന് പോലും ഇവനെ പോലത്തെ ഒരു സുഹൃത്തിനെ നിങ്ങൾ കൊടുക്കല്ലേ എന്റെ ദൈവമേനെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോഴെന്തായാലും തൽക്കാലം നിർത്തുന്നു. ഈ പരനാരിയുടെ വീഡിയോ കണ്ടപ്പോണ്ടല്ല ഇവനോട് രണ്ട് പറഞ്ഞില്ലും കേട്ടില്ല, ഉറക്കമില്ലാതെ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.